ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2024 ഡിഗ്രി ലെവൽ PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള എൻവയൺമെൻറ്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടും കുറച്ച് ലോജിക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോജിക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ട്രാൻസിഷൻ സോൺ ഫ്രം വൺ കമ്മ്യൂണിറ്റി ടു അനദർ. അതിന് എന്തെന്നാണ് വിളിക്കുന്നതെന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു സറൗണ്ടിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് അടുത്തൊരു എക്കോസിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മതില് പോലെ എന്തെങ്കിലും സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ടോ? ഇല്ല. അതായത് ഒരു പർട്ടിക്കുലർ വര, ആ വരയ്ക്ക് അപ്പുറത്തോട്ട് വേറെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആ രീതിയിലല്ല നമുക്ക് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? നമുക്ക് ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും, അതിൽ നിന്ന് അടുത്തൊരു എക്കോസിസ്റ്റത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ട്രാൻസിഷൻ സോണിനെ വാട്ട് ഇസ് ദ നെയിം, അതിന്റെ പേരെന്തെന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. എക്കോക്ലൈൻ ഉണ്ട്, എക്കോട്ടോൺ ഉണ്ട്, സബ് ക്ലൈമാക്സ്, പോസ്റ്റ് ക്ലൈമാക്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് ഓപ്ഷൻ ബി ആണ്. എക്കോട്ടോൺ ആണ് ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണ്? എക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനിടയിലുള്ള ട്രാൻസിഷൻ സോണിനെയാണ് നമ്മൾ എക്കോട്ടോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമുക്ക് ചിലപ്പം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഡെസേർട്ട് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് നമുക്കൊരു തിക്ക് ആയിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റും ചിലപ്പം ഉണ്ടാവാം. അപ്പൊ ഇതിനിടയിലുള്ള ആ ഒരു ട്രാൻസിഷൻ സോണിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഇപ്പൊ ഡെസേർട്ട് ആണെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള അരിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെ? ഇനി നേരെ മറിച്ച് ഈ ഒരു ട്രാൻസിഷൻ സോണിന്റെ അപ്പുറത്ത് ഉള്ള ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ഇതിനിടയിലുള്ള സ്ഥലത്ത് എന്തായിരിക്കും? ഒരു ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോ ടോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പൊ ഈ എക്കോ ടോണിലെ ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥലങ്ങളിലെ ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ വളരാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഇന്റർമീഡിയറ്റ് കണ്ടീഷൻസ് ആവശ്യമുള്ള കുറച്ച് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ സോണിന്റെ എന്തായിരിക്കും? സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ സ്പീഷീസ് റിച്ച്നെസ്സും എന്തായിരിക്കും? വളരെ അധികം കൂടുതലായിരിക്കും. സോ ആൻസർ വരുന്നത് ബി, എക്കോട്ടോൺ ആണ്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എക്കോ ക്ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ ഈ എക്കോ ക്ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കുറച്ചു മുമ്പ് ഇപ്പൊ പറഞ്ഞതുപോലെ ലൈക്ക് ഈ വാട്ടറിന്റെ ഒരു വേരിയേഷൻ ആണ് ഞാൻ പറഞ്ഞത്, അല്ലെ? വാട്ടർ ഇങ്ങനെ ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലെ? നമ്മളൊരു തിക്ക് ഫോറസ്റ്റിൽ നിന്ന് ഡെസേർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വാട്ടറിന്റെ അളവ് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കർവ് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ ഗ്രാജുവലി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ഓഷ്യൻ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ എങ്ങനെയായിരിക്കും? സലൈനിറ്റിയുടെ ഡിഫറൻസ് ഇതുപോലെ തന്നെ ഗ്രാജുവലി കുറയുന്നതായിട്ടും ഗ്രാജുവലി കൂടുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഗ്രാജുവൽ ചേഞ്ച് ഓഫ് ആൻ എക്കോസിസ്റ്റം, അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് വിളിക്കുന്നത്? ഓഫ് ദ എൻവയൺമെന്റൽ കണ്ടീഷൻസ്, ഗ്രാജുവലി ഉണ്ടാകുന്ന ആ എൻവയൺമെന്റൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ ബേസിക്കലി എക്കോ ക്ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഇനി സിയും ഡിയിലും പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നാണ് ഈ ചോദ്യത്തിൽ ഉള്ള ക്വസ്റ്റ്യൻ. റൈറ്റ്. ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്
നോർമൻ മേയേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നോർമൻ മേയേഴ്സ് ആണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1988 സോ എന്താണ് ബേസിക്കലി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ നമുക്കറിയാം ഏറ്റവും അധികം സ്പീഷീസ് റിച്ച്നെസ് ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ബേസിക്കലി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഏറ്റവും അധികം ഉള്ള റീജൻസിനെ വേണമെങ്കിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ഗട്ട്സിനെ ഇതുപോലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം വെസ്റ്റേൺ ഗട്ട്സിൽ എൻഡമിക് ആയിട്ടുള്ള, വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ട്, റൈറ്റ്? അപ്പൊ അങ്ങനെ എൻഡമിക് സ്പീഷീസ് ഒരുപാടുള്ള റീജൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നാണ് സാധാരണ പറയാറ്. സോ നമുക്ക് ഈ നോർമൻ മേയേഴ്സ് 1988 ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ലോകത്ത് പുള്ളി ഐഡന്റിഫൈ ചെയ്തത് ആകെ 10 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഏകദേശം 36ഓളം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. അതിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്? ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഹിമാലയൻ റീജിയൻ ആണ്, അല്ലെ? പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ മ്യാൻമറുമായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്ന റീജിയനിൽ നമുക്ക് ഇൻഡോ ബർമ എന്ന് പറയുന്ന റീജിയനിലും ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള സുണ്ടാലാൻഡ് എന്ന് പറയുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമായിട്ടും ഇന്ത്യ വരുന്നുണ്ട്. ദെൻ ഇന്ത്യയിലെ വെസ്റ്റേൺ ഗട്ട്സ്, ശ്രീലങ്ക ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു റീജിയനും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ ഇന്ത്യയിൽ പൊതുവെ നമുക്ക് 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഹിമാലയൻ റീജിയൻ, ഇൻഡോ ബർമ റീജിയൻ, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് സുണ്ടാലാൻഡ്, റൈറ്റ്? ഇങ്ങനെ 4 റീജിയൻസ് ആണ് ഇന്ത്യയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ അതൊരു മീനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഏജൻസി ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഓക്കെ, ശരിക്കും നമ്മൾ ആ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഏജൻസി എന്നല്ല പറയുക, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചെന്നൈയിലാണ് ആക്ച്വലി അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, റൈറ്റ്? അപ്പൊ ആ ഏജൻസി എന്ന് വന്നതുകൊണ്ടാവാം ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ളതിന്റെ ഒരു റീസൺ. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഇത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അത് നമുക്ക് നാഷണൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. 2002 നിലവിൽ വന്നിട്ടുള്ള ആക്ട് ആണ്. സോ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002 അണ്ടറിലാണ് ഈ പറയുന്ന നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഏജൻസിയുടെ ഒക്കെ സ്ഥാപിക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാം നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള, അല്ലെങ്കിൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള ഒരു ഏജൻസിയാണ്. ഇതിന് കൂടാതെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ ലോക്കൽ ലെവലിലും നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഏജൻസീസ് ഉണ്ട്, റൈറ്റ്? അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ അണ്ടറിൽ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഉണ്ട്. അത് കൂടാതെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് എന്ന് പറയുന്ന കമ്മിറ്റീസ് ആണ് ലോക്കൽ ലെവലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്മിറ്റീസ്, റൈറ്റ്? അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന കാര്യം, റൈറ്റ്? ഇത് ക്യാൻസൽ ചെയ്താണ് ആ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് പറയുന്നത് ഗ്രീൻ മെനുവർ ആയിട്ടുള്ള ദൈൻച, അതിനെ ബൊട്ടാനിക്കലി അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിം എന്തെന്നാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ദൈൻച എന്ന് പറയുന്ന ഗ്രീൻ മെനുവർ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഓക്കെ, ഈ നോർത്ത് ഇന്ത്യയിൽ ഇവര് കൾട്ടിവേഷന്റെ ഒരു ഭാഗം എങ്ങനെയാണ്? അതായത് നമുക്ക് ഇന്ത്യയിൽ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് നമുക്കുള്ളത്, അല്ലെ? നമുക്കൊരു ഖാരിഫ് സീസൺ ഉണ്ട്, അതിനുശേഷം നമുക്കൊരു റാബി വിന്റർ ക്രോപ്പിംഗ് സീസൺ ഉണ്ട്, അതിനുശേഷം നമുക്ക് സമ്മറിൽ സെയ്ദ് എന്ന് പറയുന്ന വാട്ടർ മെലോണും അങ്ങനെയുള്ള സ്പീഷീസ് ഒക്കെ ഗ്രോ ചെയ്യുന്ന ഒരു സീസണും ഉണ്ട്. അപ്പൊ അങ്ങനെ 3 ക്രോപ്പിംഗ് സീസൺസ് ആണ് ഇന്ത്യയിലെ ഒരു അഗ്രികൾച്ചറിലെ ക്രോപ്പിംഗ് സീസൺസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ക്രോപ്പിംഗ് സീസൺസ് ഉള്ളപ്പോൾ നമുക്കറിയാം ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന വിന്ററിലാണ്. പലപ്പോഴും ഈ സമ്മറിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ കൾട്ടിവേഷൻ സാധാരണഗതിയിൽ ചിലപ്പം ചെയ്യാറില്ല.
അപ്പൊ അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാത്ത ആ സമയത്ത് നട്ടുപിടിപ്പിക്കുന്ന ഒരു ക്രോപ്പാണ് ഈ ദൈൻച എന്ന് പറയുന്ന ക്രോപ്പ്. അതായത് റാബി സീസണിലെ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം അവർ ദൈൻച എന്ന് പറയുന്ന ക്രോപ്പാണ് അവിടെ നട്ടുപിടിപ്പിക്കുന്നത്. ഈ ദൈൻച ക്രോപ്പ് വളരുന്നു. ഓക്കെ, പിന്നീട് നമ്മുടെ കാരിഫ് സീസൺ ആകുമ്പോഴത്തേക്കും പാഡി അല്ലെങ്കിൽ നെല്ല് വിതയ്ക്കാനായിട്ട് അവർ എന്ത് ചെയ്യും, ഈ സ്ഥലം മൊത്തം ഉഴുത് മറിക്കും. അങ്ങനെ ഉഴുതു മറിക്കുന്ന കൂട്ടത്തിൽ ഈ ദൈൻച എന്ന് പറയുന്ന ചെടി ഉൾപ്പെടെയാണ് ഉഴുത് മറിക്കുന്നത്. അപ്പൊ ഇതിന്റെ റെസിഡ്യൂ, ഇതിന്റെ ലീവ്സും സ്റ്റെമ്പും റൂട്ടും ഒക്കെ സോയിലിലേക്ക് വരികയും സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുകയും ചെയ്യുന്നുണ്ട്, നൈട്രജന്റെ അളവ് കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആൽക്കലിനിറ്റി ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് ദൈൻച. ഇനി ഇതിന് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കന്നുകാലികൾക്ക് കാറ്റിലിന് ഫീഡായിട്ടും ഫോഡറായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പും കൂടെയാണ് ദൈൻച. അതിന്റെ സീഡും അതിന്റെ ലീവ്സും ഒക്കെ കാറ്റിൽ ഫീഡായിട്ടും ഉപയോഗിക്കാറുണ്ട്. റൈറ്റ്. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്തെന്നാണ് ബേസിക്കലി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെസ്ബാനിയ ബിസ് പിനോസ എന്ന് പറയുന്ന ഒരു നെയിമാണ് ഇതിന് വരുന്നത്. റൈറ്റ്. അപ്പൊ ബേസിക്കലി ഇങ്ങനെ ഒരു ക്രോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതിനകത്ത് പറയുന്നത് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കമ്പോണൻസ് ഇൻ ആൻ അഗ്രോ ഫോറസ്ട്രി സിസ്റ്റം ഈസ് കമൻസാലിസം ഇഫ്. ഓക്കെ, ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കമൻസാലിസം എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം പലപ്പോഴും എൻവയൺമെന്റിലെ സ്പീഷീസുകൾ ഒറ്റയ്ക്കല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ കോറൽ റീഫ്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, അല്ലെ? കോറൽ റീഫ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സ്പീഷീസ് ഉണ്ട്. കോറൽ പൊളിപ്സും ഉണ്ട്, അതുപോലെ തന്നെ ആൽഗേ ഉണ്ട്. കോറൽ പൊളിപ്സിന് ആവശ്യമുള്ള ആഹാരം കൊടുക്കുന്നത് ആൽഗയാണ്. ആൽഗയ്ക്ക് വളരാനുള്ള താമസ സൗകര്യം കൊടുക്കുന്നത് കോറൽ പൊളിപ്സ് ആണ്. സോ ഇവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനം ഉള്ളതുകൊണ്ട് ഇവർ 2 പേരും ഒരുമിച്ചായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. എൻവയൺമെന്റിൽ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ തന്നെ എപ്പോഴും സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, പല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് സംഭവിക്കാം. റൈറ്റ്. അപ്പൊ അതിനകത്ത് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ഇന്ററാക്ഷൻസ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആക്ച്വലി ആവശ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമൻസാലിസം എന്ന് പറയുന്ന ഒരു ഇന്ററാക്ഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ കമൻസാലിസം ആക്ച്വലി വരുന്ന ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ എന്താ ഈ പോസിറ്റീവ് ഇന്ററാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? 2 സ്പീഷീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിനോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കാറ്. അങ്ങനെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈ കമൻസാലിസം എന്ന് പറയുന്നത്. റൈറ്റ്. ഈ കമൻസാലിസത്തിലെ ഒരു മെക്കാനിസം ഇങ്ങനെയാണ്. ഇതിനകത്ത് ഒരു സ്പീഷീസിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, മറ്റൊരു സ്പീഷീസിന് ഇത് ഇന്ററാക്ട് ചെയ്യുന്ന മറ്റേ സ്പീഷീസിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ഹാംഡ്. ദോഷവും ഇല്ല, എന്നാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് വിളിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് വെയിൽ, ബ്ലൂ വെയിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെയിൽസ് ഉണ്ട് നമ്മുടെ ഓഷ്യൻസിൽ. ഈ വെയിൽസിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വെയിൽസിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് ബർണക്കിൾസ് എന്ന് പറയുന്ന സ്പീഷീസ്. അത് ക്രാബ് പോലെയൊക്കെ ആ ഒരു വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. സോ ഈ പറയുന്ന ബർണക്കിൾസ് വെയിലിന്റെ മുകളിൽ ഉള്ളത് കൊണ്ട് വെയിലിന് പ്രത്യേകിച്ച് ഹാം ഒന്നുമില്ല. കാരണം വെയിലിന്റെ രക്തമോ വെയിലിന്റെ ഭക്ഷണമോ ഒന്നും ഇത് കൺസ്യൂം ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് വലിയ വെയിറ്റും ഇല്ലാത്തത് കൊണ്ട് വെയിൽ ഇത് അറിയുന്നു പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ബർണക്കിൾസിനുള്ള ഗുണം എന്താ? അവർക്ക് ഈസിലി മൊബിലിറ്റി പോസിബിൾ ആവും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീന്തി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെയിലിന്റെ മുകളിൽ കയറി ലിഫ്റ്റ് അടിച്ച് പോയാൽ മതി. റൈറ്റ്. അപ്പൊ അതൊരു കമൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇവിടെ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ട്, മറ്റൊരു സ്പീഷീസിന് എന്താ? ബെനിഫിറ്റും ഇല്ല, ദോഷവും ഇല്ല, ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു പോസിറ്റീവ് ആൻഡ് സീറോ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് വിളിക്കുന്നത്. ഇനി ചിലപ്പോൾ ചില അസോസിയേഷൻസിൽ എന്തായിരിക്കും? സോ ഇവിടെ തന്നെ ആൻസർ വന്നു. ആൻസർ വരുന്നത് എന്താ? വൺ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദ അതർ ഈസ് നോട്ട് അഫക്റ്റഡ്. അതർ ഈസ് നോട്ട് അഫക്റ്റഡ്. സോ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചില സമയങ്ങളിൽ 2 സ്പീഷീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷനെ നമ്മൾ വിളിക്കുക മ്യൂച്വലിസം എന്നാണ് നമ്മൾ വിളിക്കാറ്. പൊതുവെ അതിനെ മ്യൂച്വലിസം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ചിലപ്പോൾ അതിനകത്ത് ഈ മ്യൂച്വലിസം വളരെ ഇന്റൻസ് ആയിരിക്കും. അതായത് ഒരു സ്പീഷീസ് ഇല്ലെങ്കിൽ മറ്റൊരു സ്പീഷീസിന് വളരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ മ്യൂച്വലിസം ഗ്രോ ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ കോറൽ പൊളിപ്സിന്റെ എക്സാമ്പിൾ, അല്ലെങ്കിൽ കോറൽ റീഫ്സിന്റെ ഒക്കെ എക്സാമ്പിൾ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ സിംബയോട്ടിക്
ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഇനി ചിലപ്പം രണ്ട് സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അവർ തമ്മിൽ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതിനെ നമ്മൾ ന്യൂട്രൽ ഇന്ററാക്ഷൻ എന്നായിരിക്കും വിളിക്കുക. ഇനി ചിലപ്പം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെൻസിലാണ്, ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും ഇന്ററാക്ഷൻസ് വർക്ക് ചെയ്യാം. റൈറ്റ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ളതിനകത്ത് ഒരു സ്പീഷീസിനെ അഫക്ട് ചെയ്യുന്നില്ല, എന്നാൽ മറ്റൊരു സ്പീഷീസിന് എന്തായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വൺ ഈസ് ഹാം വൈൽ അതർ ഈസ് നോട്ട് അഫക്റ്റഡ്. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനും ഉണ്ടാവാം. അതിന് നമ്മൾ അമെൻസാലിസം എന്ന് വിളിക്കും. അമെൻസാലിസം എന്ന് വിളിക്കും. ഇനി ചിലപ്പോൾ എന്തുണ്ടാവാം, ഒരു സ്പീഷീസിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം, മറ്റൊരു സ്പീഷീസിന് ഒരു ഹാം ഉണ്ടാവാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഫുഡ് ചെയിനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ മാനും ടൈഗറും വേണമെങ്കിൽ എടുക്കാം അല്ലെ. മാനിന്റെ ജീവൻ പോകുന്നു, ടൈഗറിന് വേണ്ട ഭക്ഷണം കിട്ടുന്നു. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷൻ നമ്മൾ വിളിക്കുക പ്രിഡേറ്റർ ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരു ഇന്ററാക്ഷനും കൂടെ ഉണ്ട്, അതായത് രണ്ട് പേരെയും നെഗറ്റീവ്ലി ബാധിക്കുന്ന ഇന്ററാക്ഷൻസും ഉണ്ടാവാം. അതിന് എക്സാമ്പിൾ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഇന്ററാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതായത് നമുക്ക് വേണമെങ്കിൽ പുല്ല് തിന്നുന്ന കുറെ സ്പീഷീസ് എടുക്കാം. ഇപ്പൊ ഒരു ഫോറസ്റ്റില് ഡിയർ ഉണ്ട്, സീബ്ര ഉണ്ട്, ജിറാഫ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പുല്ല് തിന്നുന്ന കുറെ സ്പീഷീസ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ ആക്ച്വലി എന്താ, ഈ ഗ്രാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുല്ലിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് നെഗറ്റീവ്ലി രണ്ട് കൂട്ടരെ ബാധിക്കാം അല്ലെ. സോ അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് എൻവയൺമെന്റ് നമ്മുടെ എക്കോസിസ്റ്റത്തിലുണ്ട്. ഈ ഇന്ററാക്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സോ കമൻസാലിസത്തിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അമെൻസാലിസം എന്നോ കോമ്പറ്റീഷൻ എന്നോ പ്രിഡേറ്റർ എന്നോ ഒക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് പറയുന്നത് എ ബ്ലോക്ക് ഓഫ് ലൈവ് ട്രീസ് ആൻഡ് ഷെർബ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഫാം ലാൻഡ്സ് ഓവർ എ ലാർജ് ഏരിയ ദാൻ എ ഫാം ഈസ് കോൾഡ്. ഓക്കെ, അതായത് നമുക്കൊരു ഫാം ലാൻഡ് ഉണ്ട്. ആ ഫാം ലാൻഡിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഫാമിനേക്കാളും വലിയ ഒരു ഏരിയയിൽ ലൈവ് ട്രീസ് ആൻഡ് ഷെർബ്സിനെ നട്ടുപിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്, ഇപ്പൊ ഇതിനകത്തെ ആൻസർ ആക്ച്വലി വരുന്നത് ഡയറക്ട്ലി ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഷെൽട്ടർ ബെൽറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വിൻ ബ്രേക്ക് എന്ന് പറയുന്നതും വിൻ ബെൽറ്റ് എന്ന് പറയുന്നതും സ്ട്രിപ്പ് ബെൽറ്റ് എന്നൊക്കെ പറയുന്നത് നാരോ ആയിട്ടുള്ള റീജൻസ് ആണ്. ഓക്കെ, അതായത് കാറ്റിന്റെ ശക്തി കുറയ്ക്കാനായിട്ട് നമ്മുടെ ഫാം ലാൻഡിന് ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മൾ കാറ്റിന്റെ വേഗത കുറയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ വിൻ ബ്രേക്സ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, അപ്പം അതിന് കുറച്ചും കൂടെ വീതി ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വിൻ ബെൽറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ചെറിയ ഏരിയയിലുള്ള നമ്മുടെ ഫാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഏരിയയിൽ മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്നതാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം. ലാർജ് ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക, ഷെൽട്ടർ ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് നഗര ആസൂത്രണം ഒക്കെ ചെയ്യുന്ന സമയത്തും ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡൽഹിയുടെ പണ്ട് ഡൽഹി പ്ലാൻ ചെയ്ത സമയത്ത്, ഡൽഹി ബ്രിട്ടീഷുകാരുടെ സമയത്ത് അത് പ്ലാൻ ചെയ്ത സമയത്ത് ഡൽഹിക്ക് ചുറ്റും ഒരു വനം അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെൽട്ടർ ബെൽറ്റ് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ആൻസർ വരുന്നത് ഷെൽട്ടർ ബെൽറ്റ് ആണ്. ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാം ലാൻഡിനേക്കാളും വലിയൊരു ഏരിയയാണ് ട്രീസ് ഉള്ള ഏരിയ ആയിരിക്കും. റൈറ്റ്, ഓക്കെ, സോ ആൻസർ ഇവിടെ വരുന്നത് ഷെൽട്ടർ ബെൽറ്റ് ആണ്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് ചോദിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സിനെ സംരക്ഷിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാസ് സ്പീഷീസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഗ്രാസ് സ്പീഷീസ് ഫോർ സോയിൽ കൺസർവേഷൻ ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. മണ്ണൊലിപ്പ് തടയാനായിട്ട് വെസ്റ്റേൺ ഗട്ട്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രാസ് സ്പീഷീസ് ഏത് എന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്, അപ്പൊ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇതിന്റെ മലയാളം പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും അല്ലെ. മണ്ണൊലിപ്പ് തടയാനായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്പീഷീസ് ആണ് രാമച്ചം അല്ലെ. ആ രാമച്ചത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ ബൊട്ടാണിക്കൽ നെയിമാണ് വിറ്റിവേരിയ സിസാനോയിഡ്സ്. ഓക്കെ, സോ ആൻസർ വരുന്നത് രാമച്ചം അല്ലെങ്കിൽ സി വിറ്റിവേരിയ എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമുക്കറിയാം ഈ രാമച്ചത്തിന്റെ വേരുകൾ അല്ലെ വളരെ ലൈക്ക് എന്താ പറയുക, നെറ്റ്വർക്ക് എണ്ണത്തിൽ ഭയങ്കര കൂടുതലാണ്. ആഴത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ എന്താ എണ്ണത്തിലൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ സോയിലിനെ ബൈൻഡ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ സോയിലിനെ സ്ട്രോങ് ആക്കിയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിർത്താനായിട്ടുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. സോ രാമച്ചത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 12. This is regarding
സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺവെൻഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സൈറ്റ്സ് എന്ന് പറയുന്ന കൺവെൻഷന്റെ എക്സ്പാൻഷൻ എന്തെന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. സോ സൈറ്റ്സിന്റെ എക്സ്പാൻഷൻ വരുന്നത് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ എന്നാണ്. ഇവിടെ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് എന്താ, തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് വരുന്നത് എങ്ങനെയാ, ഫോണ ആൻഡ് ഫ്ലോറ എന്നാണ് ആക്ച്വലി വരുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താ, തെറ്റാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം നമ്മളൊന്ന് കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ചാൽ മതി. കൂടുതലായിട്ടും ട്രേഡ് നടക്കുന്നത് എന്തിലായിരിക്കും, നമ്മൾ ഈ ആനിമൽസിനെയൊക്കെ സ്മഗിൾ ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡിനെ ബാൻ ചെയ്യുന്ന ഒരു കൺവെൻഷൻ വരുമ്പം അതിൽ നെയിം ചെയ്യുമ്പോൾ ആദ്യമേ നെയിം ചെയ്യുന്ന ആരെയായിരിക്കും, അനിമൽസിനായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ടാണ് ഫോണ ആൻഡ് ഫ്ലോറ എന്ന് പറയാം. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് എന്തായിരിക്കും, ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ് പറയാറ്. പക്ഷേ ഈ സൈറ്റ്സ് കൺവെൻഷന്റെ എക്സ്പാൻഷൻ വരുമ്പോൾ വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റൈറ്റ്. ഈ സൈറ്റ്സ് കൺവെൻഷനെ പറ്റിയിട്ട് നമുക്കറിയാം, ഇത് എന്താ പറയുക, ഒരു രാജ്യാന്തരമായിട്ടുള്ള കൺവെൻഷനാണ്. സോ പല സ്പീഷീസുകളുടെ ട്രേഡിനെ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പൊ ഇങ്ങനെ ബാൻ ചെയ്യാനായിട്ട് സ്പീഷീസുകളുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ. അപ്പൊ അതിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാനായിട്ട് ഈ സൈറ്റ്സിന് 3 അപ്പൻഡിക്സുകളുണ്ട്. 3 അപ്പൻഡിക്സ് ലെവൽസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സൈറ്റ്സ് ഹാസ് 3 അപ്പൻഡിക്സ് ലെവൽസ് റെഗുലേറ്റിംഗ് ദ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് സ്പീഷീസ്, റൈറ്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സൈറ്റ്സിന് എന്തുണ്ട്, ഇങ്ങനെ 3 അപ്പൻഡിക്സ് ലെവൽസ് ഒക്കെ ആക്ച്വലി ഉണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ 3 ലെവൽസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൻഡിക്സ് 1 പറയുന്നത് മോസ്റ്റ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളെയാണ് അപ്പൻഡിക്സ് 1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ട്രേഡ് അലൗഡ് ആയിരിക്കോ, ആയിരിക്കത്തില്ല. അപ്പൊ ട്രേഡ് പ്രൊഹിബിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിരിക്കും അപ്പൻഡിക്സ് 1 വരുന്നത്. ഇനി രണ്ടാമത് അപ്പൻഡിക്സ് 2 എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ ട്രേഡ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് അല്ല, അതുകൊണ്ട് ട്രേഡ് ചെയ്യാം. പക്ഷെ എന്തായിരിക്കും, ട്രേഡ് റെഗുലേറ്റഡ് ആയിരിക്കും. റെഗുലേറ്റഡ് ട്രേഡിൽ അലൗഡ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ അപ്പൻഡിക്സ് 2 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അപ്പൻഡിക്സ് 3 വരുമ്പോഴത്തേക്കും ഇവിടെയും ട്രേഡ് അലൗഡ് ആണ്, പക്ഷെ ട്രേഡ് റെഗുലേറ്റഡ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ലോകത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യം സംരക്ഷിക്കപ്പെടുന്ന സ്പീഷീസ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെ വരും, അപ്പൻഡിക്സ് 3 വരും. ഓക്കെ, അതായത് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 കൺട്രി എന്നുള്ളൊരു ടേമിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ടൈഗറിനെ അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബേർഡ് എടുക്കാം, മൈന, നമ്മൾ കോമൺലി കാണുന്ന. ഇനി ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഈ പറയുന്ന മൈന എന്ന് പറയുന്ന ബേർഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് അപ്പൻഡിക്സിലായിരിക്കും വരിക, അപ്പൻഡിക്സ് 3 വരിക, റൈറ്റ്. അപ്പൊ സൈറ്റ്സിന് 3 അപ്പൻഡിക്സുകളുണ്ട്. അപ്പൻഡിക്സ് 1 എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ട്രേഡ് റെസ്ട്രിക്റ്റഡ് ആണ്, ട്രേഡ് അലൗഡ് അല്ല. അപ്പൻഡിക്സ് 2 എന്തായിരിക്കും, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും, ട്രേഡ് അലൗഡ് ആണ്, പക്ഷെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ആണ്. മൂന്നാമത്തേനകത്ത് എന്തായിരിക്കും, കുറച്ചുകൂടെ ലെസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും, പക്ഷേ ഇവരെ അറ്റ്ലീസ്റ്റ് ലോകത്തെ ഏതെങ്കിലും ഒരു കൺട്രി എങ്കിലും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവും, അവരുടെ ട്രേഡ് അലൗഡ് ആണ്, റൈറ്റ്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും, ഓൾദോ സൈറ്റ്സ് ഈസ് ലീഗലി ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ദ പ്ലേസ് ഓഫ് നാഷണൽ ലോസ്. എന്താ ഈ ലീഗലി ബൈൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സൈറ്റ്സ് കൺവെൻഷൻ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നിർബന്ധമായും അതിൽ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി ഈ പറയുന്ന ലീഗലി ബൈൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായും ഫോളോ ചെയ്യണം, ഫോളോ ചെയ്തില്ലെങ്കിൽ സാങ്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ലീഗലി ബൈൻഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, റൈറ്റ്. പക്ഷേ ലീഗലി ബൈൻഡിങ് ആണ് എന്നതുകൊണ്ട് നമ്മളാണെങ്കിലും ഇന്ത്യയിലെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അതായത് സൈറ്റ്സിന്റെ ഇന്ന വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സൈറ്റ്സിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ട്രേഡ് ചെയ്തതുകൊണ്ട് ഇന്ത്യയിലുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവരെ നമ്മൾ അല്ലെങ്കിൽ കേസെടുക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ചാർജസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക. അപ്പൊ നാഷണൽ ലോയ്ക്ക് മുകളിലല്ല സൈറ്റ് കൺവെൻഷൻ ഉള്ളത്. സൈറ്റ് കൺവെൻഷൻ പറയുന്നത് ഇന്ന സ്പീഷീസ്, ഇങ്ങനെ അപ്പൻഡിക്സുകളിലുള്ള സ്പീഷീസിലെ ട്രേഡ് റെഗുലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. അത് നടപ്പിൽ വരുത്താനായിട്ട് ഓരോ രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നാഷണൽ ലോസ്
ഉണ്ടാവാറുണ്ട്. റൈറ്റ്. അപ്പോൾ ആക്ച്വലി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ആ ഫ്ലോറ ആൻഡ് ഫോണ മാറ്റിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് തെറ്റായത്. സോ 2 and 3 ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇതും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ് അല്ലെ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇൻകറക്റ്റ്. 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓയിൽ പാമിന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. ഓയിൽ പാമിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏലിയാസിസ് ഗൊയാനസിസ് എന്ന് പറയുന്ന ഒരു നെയിമാണ് വരുന്നത്. റൈറ്റ്. ഇനി താഴത്തെ ബിയിലും സിയിലും ഡിയിലും തന്നിട്ടുള്ള സയന്റിഫിക് നെയിംസും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ബിയിൽ വരുന്ന അറാക്കിസ് ഹൈപ്പോ ഗൊയാന എന്ന് പറയുന്ന ഒരു നെയിമാണ് വരുന്നത്. അത് ആക്ച്വലി ഗ്രൗണ്ട് നെറ്റിന്റെ ഒരു ശാസ്ത്രീയ നാമമാണ്. നെക്സ്റ്റ് വരുന്ന ബ്രസീക്ക നിഗ്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ നാമമാണ് വരുന്നത്, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ നെയിമാണ് വരുന്നത്. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മസ്റ്റാർഡ്. ഓക്കെ. കടുകിന്റെ ബൊട്ടാണിക്കൽ നെയിമാണ് അല്ലെങ്കിൽ സയന്റിഫിക് നെയിമാണ്. അടുത്ത് വരുന്ന സീസ്മം ഇൻഡിക്കം എന്ന് പറയുന്നത് എള്ള് അല്ലെങ്കിൽ സീസ്മം ത്തിന്റെ ഒരു സയന്റിഫിക് നെയിമാണ്. ഓക്കെ. ബേസിക്കലി ഇതെല്ലാം എന്ത് വിഭാഗത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് യൂസിന് യൂസ് ചെയ്യുന്നതാ? ഇറ്റ് ഈസ് ഓൾ ഫോർ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്പീഷീസുകൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഓയിൽ പാമിനെ പറ്റിയിട്ടും പാം ഓയിലിനെ പറ്റിയിട്ടൊക്കെ ന്യൂസിൽ വരുന്നത് കൊണ്ട് റിപ്പീറ്റഡ്ലി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്തത് ഇത് ഒരു ബേസിക് കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ട്രീ വിച്ച് ഇസ് ഗ്രോൺ ഔട്ട് ഓഫ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഏരിയ ഇസ് ടേംഡ് ആസ്. ഓക്കെ. അതായത് സാധാരണയായിട്ട് ഒരു ട്രീ കാണപ്പെടുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ട്. ആ ജോഗ്രഫിക്കൽ ഏരിയക്ക് പുറത്ത് നമ്മളൊരു ട്രീനെ കാണുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ ആ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എൻഡമിക് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓപ്ഷൻ എയിൽ പറയുന്നത് എൻഡമിക് എന്നാണ് അല്ലെ. എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അതായത് ചില സ്പീഷീസ് ഇപ്പോൾ വെസ്റ്റേൺ ഗട്സിലുള്ള ചില സ്പീഷീസ് ലോകത്ത് വേറെ എവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്പീഷീസിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? എൻഡമിക് സ്പീഷീസ് എന്നാണ് വിളിക്കുക. ഇനി ചിലപ്പോൾ ചില സ്പീഷീസിനെ കാണുന്നത് തന്നെ വളരെ അപൂർവമായിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെയർ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി നാച്ചുറൽ ആയിട്ടുള്ള ഒരു റീജിയനിൽ നിന്ന് മനുഷ്യന്മാർ ചിലപ്പോൾ ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ചിലപ്പോൾ അത് ഫ്ലറിഷ്ഡ് ആയിട്ടുണ്ടാവാം. അതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എ ട്രീ വിച്ച് ഇസ് ഗ്രോൺ ഔട്ട് ഓഫ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ ഏരിയ. അതിനെ ആക്ച്വലി നമ്മൾ വിളിക്കുന്നത് എക്സോട്ടിക് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്. എക്സോട്ടിക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ സുലഭമായിട്ട് കാണുന്ന യൂക്കാലിപ്റ്റസ് ട്രീ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാരണം യൂക്കാലിപ്റ്റസ് ട്രീ ശരിക്കും ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ഓസ്ട്രേലിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ കൊളോണിയൽ ഡേയ്സിൽ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നിത് ഇവിടെ എന്താ പറയുക, ഓസ്ട്രേലിയയിലുള്ളതിനേക്കാളും കൂടുതൽ ഉള്ള രീതിയിൽ ഇവിടെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. റൈറ്റ്. സോ അതിനെയാണ് നമ്മൾ എക്സോട്ടിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓപ്ഷൻ ബിയിൽ പറയുന്ന ലാൻഡ് റൈസ് എന്ന് പറയുന്നത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റീസ്, ഒരു ലോക്കൽ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ടാവും, ഒരു ട്രീ ഉണ്ടാവും. ഓക്കെ. അതിൽ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെറൈറ്റി. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം റൈസ് ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. റൈസ് അല്ല, ഒരു മാംഗോ ട്രീ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ. ഈ മാംഗോ ട്രീ തന്നെ പല ടൈപ്പ് ഓഫ് മാംഗോസ് ഉണ്ട് അല്ലെ. അൽഫോൺസോ മാംഗോ, കുറെ വെറൈറ്റീസ് ഓഫ് മാംഗോസ് നമുക്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മാംഗോ വെറൈറ്റി ഉണ്ടാവും. ഓക്കെ. അങ്ങനെയുള്ള വെറൈറ്റീസിനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് റൈസ്. ഓക്കെ. സോ ഇവിടെ ആൻസർ ആയിട്ട് ആക്ച്വലി വരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു. എക്സോട്ടിക് എന്ന് പറയുന്നതാണ് വരുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ക്വസ്റ്റൻ നമ്പർ 15ലേക്ക് പോവുകയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിറ്റി റിസർവ് ഇൻ കേരള. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിറ്റി റിസർവ് ഇൻ കേരള. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളത്, കമ്മ്യൂണിറ്റി റിസർവ്സ് എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സസിൽ. കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിൽ ആകെ ഒരെണ്ണം മാത്രമേ നമുക്ക് ഉള്ളൂ. ഒറ്റ കമ്മ്യൂണിറ്റി റിസർവ് മാത്രമേ കേരളത്തിലുള്ളൂ. അതറിയാമെങ്കിൽ ആക്ച്വലി ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ടും ആൻസറിലേക്ക് എത്താം. ചിന്നാർ നമ്മൾ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ചൂലന്നൂർ ബേർഡ് സാഞ്ചുറി ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മംഗളവനം ബേർഡ് സാഞ്ചുറി ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പെടാത്തത് ഏതാ? ഓപ്ഷൻ എ ആയിരിക്കും. സോ കടലുണ്ടി വള്ളിക്കുന്ന് എന്ന് പറയുന്നതാണ് കേരളത്തിലെ ആകെയുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ്.
ഓക്കെ, സോ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. ഇവിടെ ബേസിക്കലി ചോദിച്ചിട്ടുള്ളത് കീസ്റ്റോൺ സ്പീഷീസുകളെ പറ്റിയിട്ടാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് കീസ്റ്റോൺ സ്പീഷീസ്? ഓക്കെ, കീസ്റ്റോൺ സ്പീഷീസിനെ പറ്റി പറയുന്നതിൽ താഴെ 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ബേസിക്കലി കീസ്റ്റോൺ സ്പീഷീസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കീ സ്റ്റോൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആണിക്കല്ല് എന്നാണ് കീ സ്റ്റോണിന്റെ ഒരു മീനിങ് വരുന്നത് അല്ലെ. സോ നമുക്കറിയാം ഈ ആണിക്കല്ല് ഇളക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻറ്റയർ സ്ട്രക്ചർ കൊളാപ്സ്ഡ് ആവും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആർച്ചസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ആർച്ചസിനെയൊക്കെ താങ്ങി നിർത്തുന്ന സെന്ററിൽ ഒരു കല്ലുണ്ടാവും. ആ കല്ല് അടർത്തി മാറ്റി കഴിഞ്ഞാൽ ഇത് കൊളാപ്സ്ഡ് ആവും. ഇല്ലെങ്കിൽ ഇത് വെയിറ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ലൈക്ക് ഈ ആർച്ചസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്ന് പറയുന്നത് പോലെ തന്നെ എൻവയൺമെന്റിൽ ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ നമ്മൾ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ എൻറ്റയർ എക്കോസിസ്റ്റം കൊളാപ്സ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എലഫന്റിനെ കൺസിഡർ ചെയ്യാം അല്ലെ. എലഫന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാട് അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം എലഫന്റ് വലിയൊരു അനിമലാണ്. അതിന് ഈ കാടിനെ എഞ്ചിനീയേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് എന്നൊക്കെയാണ് ആക്ച്വലി എലഫൻസ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോൾ പുതിയ പുതിയ വഴികൾ ഉണ്ടാക്കാനായിട്ടും പ്ലാന്റ്സിനെ ക്രഷ് ചെയ്യാനായിട്ടും മരങ്ങൾ ഒരുപാട് വളരാതെ അതിന്റെ ഗ്രോത്തിനെ അല്ലെ എലഫൻസ് ഈ ഇലയൊക്കെ പറിച്ചു തിന്നും അല്ലെ. ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാ? ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് ആരാ? എലഫൻസ് ആണ്. അപ്പോൾ ഒരു കാട്ടിൽ എലഫന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാട് അടഞ്ഞു പോകും അല്ലെ. ഒരുപാട് ട്രീസ് വളരും, ഒരുപാട് കുറ്റിച്ചെടികൾ പൊക്കത്തിൽ വളരും. അപ്പൊ മറ്റ് സ്പീഷീസിന് റൺ ചെയ്യുന്ന സ്പീഷീസ് ഉണ്ട്. അപ്പൊ ചീറ്റ, അങ്ങനെയുള്ളൊരു കാട്ടിൽ ചീറ്റയ്ക്ക് അല്ലെങ്കിൽ ഇര പിടിക്കുന്ന ആനിമൽസിന് അവർക്ക് ഇര പിടിക്കാൻ വേണ്ടി പറ്റുമോ? ഓടാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. സോ ഇങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ റോള്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് എന്നാണ് വിളിക്കുക. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ടൈഗറിനെ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ. ടൈഗർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ടൈഗർ ആണ് ഈ മാനുകളുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഡിയറിന്റെ ഡിയറിനെയൊക്കെ ടൈഗർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട്. ഇനി ഡിയറിന്റെ ഗ്രോത്തിനെ നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പക്ഷേ ഡിയർ കൂടുതലായിട്ട് വളരും അല്ലെ, പെരുകും. അവർ കൂടുതലായിട്ട് ഗ്രാസും ഷെർബ്സും ഒക്കെ തിന്നും അല്ലെ. അപ്പൊ ക്വാളിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ഓവർ എ ലോങ് പീരീഡ് ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഡിസിസീവ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എ സ്പീഷീസ് ദാറ്റ് ഹാസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ലാർജ് എഫക്ട് ഓൺ ഇറ്റ്സ് നാച്ചുറൽ എൻവയൺമെന്റ് റിലേറ്റീവ് ടു ഇസ് അബണ്ടൻസ്. ഓക്കെ, അതായത് ചിലപ്പോൾ അതിന്റെ എണ്ണം കുറവായിരിക്കും, പക്ഷെ എന്താ, അവരുണ്ടാക്കുന്ന എഫക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഒരു കാട്ടിൽ ഒരുപാട് ആനകളുണ്ടോ? ഡിയറും മാനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രം ആനകളുണ്ടോ? ഇല്ല അല്ലെ. എണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന റോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താ? വലുതായിരിക്കും അല്ലെ. ഒരുപാട് ടൈഗർ ഉണ്ടോ? മാനിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇല്ല, പക്ഷെ അവർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താ? ഒരുപാട് വലുതായിരിക്കും. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. അവരുടെ എഫക്റ്റ്, അവരുണ്ടാക്കുന്ന എഫക്റ്റ് വളരെ അധികം കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും they play a critical role in maintaining the structure of an ecological community, affecting many other organisms in an ecosystem and helping to determine the types and the number of various other species in the community. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു എക്കോസിസ്റ്റത്തിന്റെ ആകെ മൊത്തം സ്ട്രക്ചറും ബാലൻസും ഒക്കെ മേക്ക് ചെയ്യുന്ന ആരാ? ഈ പറയുന്ന കീസ്റ്റോൺ സ്പീഷീസ് ആണ്. സോ ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആയിരിക്കും. ബോത്ത് 1 and 2 is correct. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. Which of the following is the first planned ecotourism site in India? അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തന്നെ എല്ലാം കേരളത്തിലുള്ള എക്കോ ടൂറിസം സൈറ്റുകളാണ്. സോ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഏറ്റവും ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എക്കോ ടൂറിസം സൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. അത് കൊല്ലം ജില്ലയിലെ തെന്മല ഇതിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് എന്താ? സി ആണ്, ദാറ്റ് ഇസ് തെന്മല. സോ ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996. ഇതൊരു ഗ്ലോബലി ഒരു മോഡൽ എക്കോ ടൂറിസം സൈറ്റ് ആയിട്ടൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസും കൂടെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇതിനകത്ത് പറയുന്നത് മേക്ക് സിറ്റീസ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലിയന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഇസ് ദ മോട്ടോ ഓഫ്. കുറെ SDGs തന്നിട്ടുണ്ട് അല്ലെ. എന്താ ഈ SDG എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഏത് SDG ആണ് നേരെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻക്ലൂസീവ്, സേഫ് ആൻഡ് റെസിലിയന്റ് ആൻഡ് സസ്റ്റൈനബിൾ സിറ്റീസ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. ഇപ്പൊ എന്താ SDG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDGയുടെ എക്സ്പാൻഷൻ എന്താ? ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു യുണൈറ്റഡ് നേഷൻസിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ എല്ലാ കൺട്രീസും മെമ്പേഴ്സ് ആയിട്ടുള്ള
ഒരു 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതാണ് SDG ഗോൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ എത്ര SDG ഗോൾസ് ഉണ്ട്? നമുക്ക് 17 SDG ഗോൾസ് ആണുള്ളത്. SDG 1 മുതൽ 17 വരെയുള്ള SDG ഗോൾസ് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമുള്ള കാര്യമാണ്. റൈറ്റ്. അപ്പൊ അതിനകത്ത് സസ്റ്റൈനബിൾ സിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SDG എന്ന് പറയുന്നത് SDG 11 ആണ്. SDG 11 ആണ് സസ്റ്റൈനബിൾ സിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. SDG 13 എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ക്ലൈമറ്റ് ആക്ഷൻ. SDG 13 is related with climate action. ഇനി SDG 15 is related with life on land. SDG 17 is related with partnership for goals അല്ലെങ്കിൽ കോഓപ്പറേഷൻ. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ SDGs എല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 0 മുതൽ 17 വരെയുള്ള SDGs അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്കറിയാം ഈ SDGs ലൈക്ക് ആരാ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ലൈക്ക് UN ഒരു ഇനിഷ്യേറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും UN സെക്രട്ടറി ജനറൽ ഒരു ആനുവൽ SDG പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. റൈറ്റ്. അതിനനുസരിച്ച് ചർച്ചകൾ നടത്തി ലൈക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. റൈറ്റ്. സോ എല്ലാ SDGസും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19 ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. ഓക്കെ. എന്നിട്ട് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 4 എണ്ണവും ആക്ച്വലി കേരളത്തിലുള്ള നാഷണൽ പാർക്കുകളാണ്. കേരളത്തിൽ ആക്ച്വലി എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? 5 നാഷണൽ പാർക്കാണ് ഉള്ളത്. ഇനി ഓർമ്മയോട് ആഡ് ചെയ്താൽ മതിയാവും. അപ്പം അല്ലെ, 5ാമതായിട്ട് വരുന്നത് ഏതാ? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. അപ്പൊ ഇതിനകത്ത് ഈ നാഷണൽ പാർക്സ് പറയുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന 5 നാഷണൽ പാർക്സ് ഉള്ളതിൽ 3 എണ്ണവും ആക്ച്വലി എന്താ? ഷോല നാഷണൽ പാർക്ക് ആയിരിക്കും. ഷോല നാഷണൽ പാർക്സ് ആണ്. സോ ആനമുടി ചോലയുണ്ട്, പാമ്പാടും ചോലയുണ്ട്, അതുപോലെ തന്നെ മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ് വൺ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ആൻസർ വരുന്നത് C ആണ്. പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. സോ അതിന്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.3 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഏരിയ മാത്രമേ ഉള്ളൂ. അത്ര ചെറിയ ഒരു നാഷണൽ പാർക്കാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ മൂന്നാറൊക്കെ പോയിട്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു റീജിയനിൽ നമുക്ക് ആക്ച്വലി കാണാൻ വേണ്ടി പറ്റും. ഈ പാമ്പാടും ചോല എന്ന് പറയുന്ന റീജിയനിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് ഇസ് സ്മോളസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള, ദാറ്റ് ഇസ് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് റേവ നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ് ഈസ് ഫേമസ് ഫോർ. ഓക്കെ. ഈ റേവ നാഷണൽ പാർക്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ടൈഗർ സ്പീഷീസ് ഏതാ? നമ്മൾ റോയൽ ബംഗാൾ ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന ടൈഗർ ഉണ്ട് അല്ലെ. അതിന്റെ ഒരു സയന്റിഫിക് നെയിം എന്താ? പാന്തേറ ടൈഗ്രസ് എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിനെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒരു ഓറഞ്ച് കളറാണ് ഉള്ളത്. അപ്പൊ ഇതിന് ഈ ഓറഞ്ച് കളർ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ജീൻ ഉണ്ടാവും. ഓക്കെ. ഫിയോ മെലാനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കാരണമാണ് ഇവർക്ക് ഈ കളർ കിട്ടുന്നത്. അപ്പൊ ഈ ചില ടൈഗറിന് എന്തായിരിക്കും സംഭവിക്കുക? ടൈഗേഴ്സിൽ മ്യൂട്ടേഷൻ കാരണം അല്ലെങ്കിൽ ജനറ്റിക്കലി പാസ് ഡൗൺ ചെയ്തിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം ഈ പറയുന്ന ഫീനോ മെലാനിൻ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ജീനുകൾ എന്തായിരിക്കും? റിഗ്രസീവ് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ടൈഗറിന് ഈ ഓറഞ്ച് കളർ കിട്ടാതെ വരും. റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള ടൈഗർ ഒരു വൈറ്റ് കളറിലായിരിക്കും, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ടൈഗേഴ്സിനെ നമ്മൾ വൈറ്റ് ടൈഗർ എന്ന് വിളിക്കും. വൈറ്റ് ടൈഗർ ഇന്ത്യയിൽ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാ? ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ റേവ നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ്. ഓക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് B ആണ്. ഇറ്റ് ഈസ് ഇൻ റേവ നാഷണൽ പാർക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 21 ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ദ സ്റ്റാറ്റസ് ആൻഡ് പൊസിഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഇൻ എ പർട്ടിക്കുലർ ഹാബിറ്റാറ്റ് ഇസ് കോൾഡ്. അതായത് ഒരു ഹാബിറ്റാറ്റിലെ ഒരു സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് അവരെവിടെയാണുള്ളത്, അവരെങ്ങനെയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുന്ന ടേം എന്തെന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി ടേംസ് ഒന്ന് നോക്കിയാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താം. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്കോസിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റിലേക്ക് ഒരു പുതിയൊരു മെമ്പർ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഇമിഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഒരു മെമ്പർ ആ ഒരു റീജിയനെ ലീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കും എമിഗ്രേഷൻ എന്ന് വിളിക്കും. റൈറ്റ്. ഇനി മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയ്തർ വരുന്നതാവാം അല്ലെങ്കിൽ പോകുന്നതാവാം. എമിഗ്രേഷനോ ഒക്കെ എന്താവാം? മൈഗ്രേഷന്റെ പരിധി വരും. അല്ലെങ്കിൽ എന്തായിരിക്കും? സീസണൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും അല്ലെ. സീസണൽ ആയിട്ട് ചിലപ്പോൾ ഉണക്ക് വരുമ്പോൾ ചില ആനിമൽസ് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാറുണ്ട്. റൈറ്റ്. അപ്പൊ ഇതൊക്കെ ഒരു മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ A, B ആൻഡ് C എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഹാബിറ്റാറ്റിൽ
സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ആക്ച്വലി ആൻസർ വരുന്നത് ഡി ആണ്, ഡിസ്പേർഷൻ എന്നാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്? ദ പാറ്റേൺ ഓഫ് സ്പേസിംഗ് ഓർ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പർട്ടിക്കുലർ ഹാബിറ്റാറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പേർഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത് ചിലപ്പോൾ എന്തായിരിക്കും? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ആ ഒരു ഹാബിറ്റാറ്റിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഇവര് എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും കാണുക, ക്ലംസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ചിലപ്പോൾ എന്തായിരിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 10 ഇൻഡിവിജ്വൽസ്, അടുത്ത സ്ക്വയർ കിലോമീറ്ററിൽ 10 ഇൻഡിവിജ്വൽസ്, അങ്ങനെ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ എന്തായിരിക്കും? ഭയങ്കര റാൻഡം ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് 20 എണ്ണം ഉണ്ടാവും, ഒരു സ്ഥലത്ത് എന്തായിരിക്കും? ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെ? അങ്ങനെ ഭയങ്കര റാൻഡം ആയിട്ടും ഉണ്ടാവാം. റൈറ്റ്. സോ ക്ലംസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരാം, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരാം, അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരാം. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണെ വിളിക്കുന്ന പേരാണ്, അതിനെപ്പറ്റി പറയുന്ന പേരാണ്, ടേം ആണ് ഡിസ്പേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. ഇൻ വിച്ച് ഇയർ വാസ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഡിക്ലെയർ? സൈലന്റ് വാലിനെ നാഷണൽ പാർക്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്ത വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വൽ ക്വസ്റ്റൻ ആണ്. 1984 ആക്ച്വലി സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനോട് അന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഡിക്ലെയർ ചെയ്ത വർഷം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഏതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ദാറ്റ് ഈസ് ഇരവികുളം നാഷണൽ പാർക്ക്. 1975 ഡിക്ലെയർ ചെയ്തതാണ്. ഇരവികുളം നാഷണൽ പാർക്ക് വാസ് ഡിക്ലെയർഡ് ആസ് എ നാഷണൽ പാർക്ക് ഇൻ 1975. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ആഡഡ് ഇൻഫോർമേഷൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23 പോകുമ്പോൾ ചോദിക്കുന്നത്, പിക്ക് ഔട്ട് ദ സിംബയോട്ടിക് ബാക്ടീരിയ യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ്. ഓക്കെ, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന സിംബയോട്ടിക് ബാക്ടീരിയയുടെ പേര്, ലെഗുമിനസ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന സിംബയോട്ടിക് ബാക്ടീരിയയുടെ പേര് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. പ്ലാന്റ്സിന് വളരാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ആക്ച്വലി നൈട്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നൈട്രജൻ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ വളരെ സുലഭമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ആക്ച്വലി നൈട്രജൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും അറ്റ്മോസ്ഫിയറിലെ ഈ നൈട്രജനെ പ്ലാന്റ്സിന് നേരെ അങ്ങ് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം രണ്ട് നൈട്രജൻ ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പിൾ ബോണ്ട് വഴിയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പൊ ആ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പ്ലാന്റ്സിന് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പ്ലാന്റ്സിന് നാച്ചുറലി ഇങ്ങനെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വലിച്ചെടുക്കുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് നൈട്രജനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ നൈട്രജൻ സോയിലിൽ വന്നു കഴിഞ്ഞാൽ ത്രൂ റൂട്ട്സ് പ്ലാന്റ്സിന് എടുക്കാനായിട്ട് സാധിക്കും. റൈറ്റ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്ലാന്റ്സിന് ഉതകുന്ന രീതിയിൽ നൈട്രജനെ നൈട്രേറ്റോ ഓക്കെ ആ ഒരു ഫോമിലേക്ക് മാറ്റുന്ന റോള് ചെയ്യുന്നത് ചില ബാക്ടീരിയാസ് ആണ്. അതിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നു, അമോണിയനെ പിന്നീട് നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രൈറ്റ് എന്ന് പറയുന്ന ഫോംസിലേക്ക് മാറ്റുന്നു. അത് പ്ലാന്റ്സിന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. റൈറ്റ്. സോ ഇതിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് യൂഷ്വലി ചെയ്യുന്നത് ചില ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ലെഗുമിനസ് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ, ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ ചില നൊഡ്യൂൾസ് ഉണ്ട്, ഇങ്ങനെ തടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റൂട്ടിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ചെറിയ തടിപ്പുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ പറയുന്ന റൂട്ട് നൊഡ്യൂൾസിൽ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയക്ക് വളരാൻ വേണ്ടി പറ്റും. അവരെന്ത് ചെയ്യും? ഈ നൈട്രജനെ ഫിക്സ് ചെയ്യും. റൈറ്റ്. അപ്പൊ ആ ബാക്ടീരിയയുടെ പേര് എന്തെന്നാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് റൈസോബിയം എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള എ, ബി, സി ആൻഡ് സിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആക്ച്വലി എയും ബിയിലും പറയുന്ന അസറ്റോബാക്ടർ അല്ലെങ്കിൽ അസോസ്പൈറിലിനിയം എന്ന് പറയുന്ന ഈ രണ്ട് സ്പീഷീസും ആക്ച്വലി അവരും ബാക്ടീരിയാസ് തന്നെയാണ്. നൈട്രജൻ ഫിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് തന്നെയാണ്. പക്ഷേ റൂട്ടിന്റെ നൊഡ്യൂൾസിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ല, അവർ മണ്ണിൽ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ദേ ആർ ഫ്രീ ലിവിങ് ബാക്ടീരിയാസ്. ഇനി അസോള എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അസോള അല്ല, വെള്ളത്തിൽ വളരുന്ന ഒരു ഫേൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ഒരു ബാക്ടീരിയ അല്ല. സോ അതുകൊണ്ട് അസോളയും ചെയ്യുന്ന റോൾ ഇതൊക്കെ തന്നെയാണ്. അതായത് നൈട്രജൻ ഫിക്സിംഗ് ഒക്കെ തന്നെയാണ് അസോളയും ചെയ്യുന്നത്. പക്ഷെ അത് വാട്ടറിൽ വളരുന്ന ഒരു ഫേൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ റൈസോബിയോം ഈസ് കണക്റ്റഡ് വിത്ത് ലെഗുമിനസ് പ്ലാന്റ്സ്. ആൻസർ വരുന്ന ഡി ആണ്. അസറ്റോബാക്ടറും അസോസ്പൈറിലിനിയവും എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാന്റ്സിന്റെ റൂട്ട്സിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, മണ്ണിൽ ഫ്രീ ലീവിംഗ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ അഗ്രോ എക്കണോമിക് മെഷേഴ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ? ഓക്കെ, അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ടർ കൺസർവേഷന്റെ കുറച്ച് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ടൈപ്പ് ഓഫ് മെഷേഴ്സിനെ ചോദിച്ചിരിക്കുന്നത്?
അഗ്രോനോമിക് മെഷേഴ്സ്. അഗ്രോനോമിക് മെഷേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ, ലൈക്ക് നമ്മൾ ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് നമുക്ക് വാട്ടറിനെ കൺസർവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. ഇപ്പൊ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് ക്രോപ്സ് നമ്മൾ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കുന്നു, അതിനെയാണ് നമ്മൾ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വാഴ നടുന്നു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചീരയും നടുന്നുണ്ട് അല്ലെ. ഇപ്പൊ വാഴ നനയുന്ന കൂട്ടത്തിൽ ചീരയും നനയുന്നുണ്ട് അല്ലെ, ഒരു മിക്സഡ് ക്രോപ്പിംഗ് ആണ്. അപ്പൊ നമ്മൾ വാഴയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് വാട്ടറും ചീരയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് വാട്ടറും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മിക്സഡ് ക്രോപ്പിംഗ്, ഒരുപാട് ക്രോപ്സ് ഒരുമിച്ച് വളരുവാണെങ്കിൽ ഇങ്ങനെ വാട്ടറിനെ നമുക്ക് കൺസർവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തെന്താ, കോണ്ടൂർ ബണ്ടിങ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, ചില ട്രീസും പ്ലാന്റ്സും ഒക്കെ നമ്മൾ ഈ വരമ്പുകളിൽ നട്ടുപിടിപ്പിക്കുന്നു, അതുവഴി മണ്ണൊലിപ്പ് തടയുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നു. സോ വെള്ളം താഴേക്ക് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. ഇനി ബെഞ്ച് ടെറസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ഈ കയ്യാലകളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ടെറസസ്, പല തട്ടുകളായിട്ട് ഭൂമിയെ തിരിക്കുന്നു. അതാണ് നമ്മൾ ബെഞ്ച് ടെറസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മേജർ ആയിട്ടുള്ള ഒരു ട്രീ ഉണ്ടാവും, ഈ ചില റബ്ബർ തോട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റബ്ബർ നിൽക്കുന്നുണ്ടാവും, അതിന്റെ താഴെ ഒരു ചെറിയ ക്രീപ്പർ പോലെ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാറുണ്ട് കവർ ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാ, ഇവാപറേഷൻ തടയാനായിട്ട്, മോയ്സ്ചറിനെ മണ്ണിൽ നിലനിർത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ 4 മെഷേഴ്സിനകത്ത് ഒരെണ്ണം മാത്രമേ നാച്ചുറൽ അല്ലാത്ത ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള, ലൈക്ക് എല്ലാം മാൻമെയ്ഡ് ആണ്, പക്ഷെ എന്താ പറയുക, ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് ഒരെണ്ണം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം എന്താ, നമ്മൾ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നതിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് വഴിയുള്ളതാണ്. സോ ബെഞ്ച് ടെറസിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ മെഷറാണ്, ഒരു അഗ്രോണോമിക് മെഷർ അല്ല. ബാക്കി മിക്സഡ് ക്രോപ്പിങ്ങും കോണ്ടൂർ ബണ്ടിങ്ങും അതുപോലെ കവർ ക്രോപ്പിങ്ങും ഒക്കെ അഗ്രോണോമിക് മെഷേഴ്സ് ആണ്. സോ 1, 2 and 4 ആണ് ആൻസർ വരുന്നത്. സോ ഡി ഇസ് ദ ആൻസർ. ഓക്കെ, ബെഞ്ച് ടെറസിംഗ് ഇസ് എ മെക്കാനിക്കൽ മെഷർ. ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അത് ഇന്നത്തെ കറണ്ട് കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ PPMന്റെ ഫുൾ ഫോം എന്താ, പാർട്സ് പെർ മില്യൺ. അപ്പൊ എത്ര പാർട്സ് പെർ മില്യൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ആവറേജ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതെന്നാണ് ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ആണ്. അറൌണ്ട് 350 to 450 ppm ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഓരോ പീരീഡ് ഓഫ് ടൈം പതുക്കെ കാർബൺ ഡയോക്സൈഡിന്റെ ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട്. സോ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, നമുക്ക് എന്തായിരുന്നു, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെ കുറവായിരുന്നു അല്ലെ. അപ്പൊ അത് ഏകദേശം പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 280 ppm മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുന്നതുകൊണ്ട്, കോൾ ബേൺ ചെയ്യുന്നത് കൊണ്ടൊക്കെ പതുക്കെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടി ഇന്ന് നമുക്ക് അറൌണ്ട് 350 to 450 ppm ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഹാസ് ദ ഹയസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓവർ എ 100-year ടൈം ഫ്രെയിം. അപ്പൊ എന്താ ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ടാണ് അല്ലെ. നമ്മുടെ എർത്തിന് ചുറ്റും കാർബൺ ഡയോക്സൈഡും അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസും ഒരു ആവരണം തീർക്കുകയും എർത്തിൽ നിന്ന് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ഹീറ്റിന് അറ്റ്മോസ്ഫിയറിന്റെ പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വരികയും അത് വീണ്ടും എർത്തിലേക്ക് വരികയും അങ്ങനെ എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാൻ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണമാണ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് എത്രത്തോളം ഹീറ്റിനെ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു, ആ ഒരു പൊട്ടൻഷ്യൽ, അതിന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പലപ്പോഴും ഒരു കമ്പാരിസന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിന്റെ നമ്മൾ കാർബൺ ഡയോക്സൈഡിനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. കാർബൺ ഡയോക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഗ്യാസ് എടുക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് ഈ പർട്ടിക്കുലർ ഗ്യാസിന് എത്രത്തോളം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. സോ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ 1 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 28 to 34 എന്ന് പറഞ്ഞാൽ എന്താ, നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡിനേക്കാളും 28 തവണ അല്ലെങ്കിൽ 28 ഇരട്ടി ഗ്ലോബൽ വാർമിംഗ്
പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാസ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം കാർബൺ ഡയോക്സൈഡിനാണ് ഇവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ കാർബൺ ഡയോക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇസ് 1, നൈട്രസ് ഓക്സൈഡ് ഇറ്റ് ഇസ് അറൌണ്ട് 28 to 35, മീഥൈൻ്റെ വരുന്നത് ഏകദേശം ഒരു 250നും 300നും ഇടയ്ക്കാണ് വരുന്നത്. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിന്റെ ഇടയ്ക്ക് ഏകദേശം വരുന്നത് 23,500 ആണ് വരുന്നത്. സോ ഏറ്റവും അധികം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാസ് ഏതാ? ദാറ്റ് ഇസ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ ഈസ് ഡി, ദാറ്റ് ഇസ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള ആ ഒരു ഐഡിയയും മേജർ ഗ്യാസസിന്റെ ഒക്കെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഡർ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 27. ഇവിടെ ചോദിച്ചിരിക്കുന്നത് what is the name of the international agreement aimed at limiting global warming to a well below 2 degrees Celsius above pre-industrial level and pursuing efforts to limit it to 1.5 degree Celsius. അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ എർത്തിന്റെ റൈസ് ചെയ്യുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് ആയി ചുരുക്കുകയും അതുപോലെ തന്നെ 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ചുരുക്കാനായിട്ടുള്ള എഫേർട്സ് എടുക്കുകയും ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് ആണ്. ഇത് നിലവിൽ വന്നത് 2015ലാണ്. ഇത് ഏത് ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്നതാണ്? ഏത് കൺവെൻഷന്റെ അണ്ടറിൽ വരുന്നതാണ്? ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് UNFCCC. ഓക്കെ, UNFCCCയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്. UNFCCCയുടെ COP21 സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റ് ആണ് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്. ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റ് പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ റൈസ് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തോട്ട് പോകരുത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഡിഗ്രി സെൽഷ്യസിന് പുറത്തോട്ട് പോകരുത് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ആഗ്രഹം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറക്കണം എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്, അപ്പൊ ഇതിന് ആൻസർ വരുന്നത് ബി ആണ്, ദാറ്റ് ഇസ് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് റിലേറ്റഡ് വിത്ത് കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ദാറ്റ് ഇസ് റിഗാർഡിംഗ് കാർബൺ എമിഷൻ. അപ്പം ടാർഗറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിനപ്പുറത്തോട്ട് കാർബൺ എമിറ്റ് ചെയ്യരുതെന്നുള്ളത്. കോപ്പൻഹേഗൻ അക്കോർഡ് എന്ന് പറയുന്നത് 2009 വന്നതാണ്. അതിനകത്ത് ഈ പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ എന്താ പറയുക കട്ട് ഡൗൺ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 1.5 ഡിഗ്രി സെൽഷ്യസിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് എടുക്കണം എന്നൊന്നും പറയുന്നില്ല. സോ ദാറ്റ് ഇസ് കോപ്പൻഹേഗൻ എഫേർട്ട്. ലിമ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള COPയിൽ വന്നിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് ലിമ ഡിക്ലറേഷൻ. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 2014. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. Which is the instrument used to measure the amount of solar energy received by the Earth's surface? അല്ലെ, എർത്തിന്റെ സർഫസിലേക്ക് വരുന്ന സോളാർ എനർജിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഡിവൈസിന്റെ പേരെന്ത്? ഇപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് തെർമോമീറ്റർ ഉണ്ട്, അല്ലെ, പ്രഷർ മെഷർ ചെയ്യാൻ നമുക്ക് ബാരോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ സോളാർ എനർജിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്നതാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻസർ വരുന്നത് ബി ആണ്, പൈറനോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സീലിയോമീറ്റർ ഇസ് റിഗാർഡിംഗ് ഒരു ക്ലൗഡിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സീലിയോമീറ്റർ. ഇറ്റ് മെഷേഴ്സ് ദ ക്ലൗഡ് ഹൈറ്റ്. ഓക്കെ, അതാണ് സീലിയോമീറ്റർ. ഇനി അടുത്ത് എന്താ? ലെക്സ് മീറ്റർ. എന്തായിരിക്കും? ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ മെഷർ ചെയ്യുന്ന മീറ്റർ ആണ് ലെക്സ് മീറ്റർ. അടുത്ത റേഡിയോ സോണോഡ്. ഇത് ആക്ച്വലി മെഷർ ചെയ്യുന്നത് എന്താ? ഇതൊരു ബലൂണില് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളൊരു ബലൂണില് വിടുകയാണ് ചെയ്യുന്നത്. സോ ഈ ബലൂൺ ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിന് ഇത് മെഷർ ചെയ്യും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ മെഷർ ചെയ്യും. അതാണ് റേഡിയോ സോണോഡിന്റെ ഒരു പർപ്പസ്. ഓക്കെ, സോ സോളാർ എനർജിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് പൈറനോമീറ്റർ എന്നാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ബി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 29. Which among the following are greenhouse gases causing global warming? ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, അല്ലെ. ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ അവിടെ ഓപ്ഷൻ ആയിട്ട് വന്നായിരുന്നു, അല്ലെ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാസസ് ആണ്. ഓരോന്നിനും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ ഡയോക്സൈഡിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഈസ് 1. മീഥൈന്റെ ഏകദേശം ഒരു 28നും 35നും ഇടയ്ക്ക് വരും. നൈട്രസ് ഓക്സൈഡിന്റെ ഏകദേശം ഒരു 250നും 300നും ഇടയ്ക്ക് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്ന എല്ലാ ഗ്യാസസിനും എന്തുണ്ട്? ഗ്ലോബൽ വാർമിംഗ് കപ്പാസിറ്റി ഉണ്ട്. സോ ആൻസർ ഏതാ? ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആർ ഹാവിംഗ് വാട്ട്? ഗ്ലോബൽ വാർമിംഗ് കപ്പാസിറ്റി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. Which state
റാങ്ക്സ് ഹയസ്റ്റ് ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താ ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്? അല്ല, നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി അല്ലെ. ഫോസിൽ ഫ്യൂവൽസ് ആണെങ്കിൽ എന്താ, നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് തീർന്നു. പിന്നീട് നമുക്ക് ഈ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവാൻ കോടാനുകോടി വർഷങ്ങൾ എടുക്കും. സോ അത് ലഭ്യമല്ല, വീണ്ടും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ സോളാർ എനർജി എന്ന് പറയുന്നത് എന്താ, ഫ്രീലി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വിൻഡ് എനർജി എന്ന് പറയുന്നത് എന്താ, ഫ്രീലി കിട്ടുന്നതാണ്. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി അത് ഫ്രീലി കിട്ടുന്നതാണ്. ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി, ഇതിനെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി റിന്യൂവബിൾ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും അധികം റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതായിരിക്കും? ആൻസർ വരുന്ന ബി ആണ്, ഗുജറാത്ത് ആണ്. ഗുജറാത്തിന്റെ റിന്യൂവബിൾ എനർജിയുടെ നല്ലൊരു പങ്കും വരുന്നത് വിൻഡ് ആൻഡ് സോളാർ എനർജിയാണ്. നെക്സ്റ്റ് വരുന്നത്, രണ്ടാം സ്ഥാനത്ത് വരുന്ന തമിഴ്നാടാണ്. അവിടെ വിൻഡ് ആൻഡ് സോളാർ എനർജിയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മൂന്നാം സ്ഥാനത്ത് വരുന്ന കർണാടകയാണ്. അവർ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അഗെയിൻ വിൻഡ് ആൻഡ് സോളാർ എനർജിയാണ്. നാലാം സ്ഥാനത്ത് വരുന്ന രാജസ്ഥാനാണ്, ദാറ്റ് ഈസ് ഓൾസോ വിൻഡ് ആൻഡ് സോളാർ എനർജി. അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ വിൻഡ് സോളാറിനെയും കൂടെ തന്നെ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറും കൂടെ വരുമ്പോഴാണ് അത് 5th ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി മാർക്കറ്റായിട്ട് മാറുന്നത്, പ്രൊഡ്യൂസറായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഈ ലാർജ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ടല്ലോ, 5 മെഗാവാട്ടിന് മുകളിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിനെയൊക്കെ നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അറിയാം, നമ്മൾ ഒരു ഡാം ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കാടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാടൊക്കെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഡാം പണിയുമ്പോൾ. അതുകൊണ്ട് അതിന് നമ്മൾ എന്താ, നോൺ റിന്യൂവബിൾ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ചെറിയ ജലവൈദ്യുത പദ്ധതികളൊക്കെ റിന്യൂവബിൾ എനർജിയുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പൊ ഏറ്റവും അധികം റിന്യൂവബിൾ എനർജി ജനറേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് what is the primary reason for the Ministry of Environment, Forest and Climate Change for issuing notification on ash utilization? Ash utilization-ഉമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ളതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ആഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കോള് കത്തിക്കുമ്പം അല്ലെങ്കിൽ എന്താ, കൽക്കരി കത്തിക്കുമ്പം ജനറേറ്റ് ചെയ്യുന്ന ആഷിനെയാണ് ഇവിടെ ആഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൽക്കരി കത്തിക്കുന്നത്? നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റീം ഉണ്ടാക്കി അതിൽ നിന്ന് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഷ്, കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില ഫാക്ടറീസിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കോൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ പ്ലാന്റ്സിൽ നമ്മൾ കോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഇരുമ്പിനെ ശുദ്ധീകരിച്ചെടുക്കാനൊക്കെ തന്നെ നമുക്ക് കോള് ആവശ്യമാണ്. റൈറ്റ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ കോള് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കോളിനെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസിഡ്യൂ ആയിട്ട് നമുക്ക് ആഷ് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ചാരം കിട്ടും. അപ്പൊ ഇത് മാനേജ് ചെയ്യാനായിട്ട് ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ആഷിനെ എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്നത് മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ചില ഡയറക്റ്റീവ്സ് തന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്തെന്നാണ് ബേസിക്കലി പറയുന്നത്. സോ ഒന്നാമത് പറയുന്നത് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് കോൾ ആൻഡ് ലിഗ്നൈറ്റ് ഇൻ ദ കൺട്രി. ആയിരിക്കുമോ? നമ്മൾ കോളിന്റെ ഉപയോഗവും പ്രൊഡക്ഷനും ഒക്കെ കുറച്ച് കൊണ്ടുവരണം എന്നാണ് ബേസിക്കലി ഇന്ത്യ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് 2070 ആകുമ്പോഴത്തേക്കും എന്താ, നെറ്റ് സീറോ എമിഷൻ ഓഫ് കാർബണിലേക്കൊക്കെ എത്തേണ്ടതായിട്ട് ഉണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ, ടു റെഡ്യൂസ് ദ റിക്വയർമെന്റ്സ് ഓഫ് ലാൻഡ് ഫോർ ആഷ് ഡിസ്പോസൽ ആൻഡ് അഡ്രസ് പൊല്യൂഷൻ കോസ്ഡ് ബൈ ആഷ്. അത് ശരിയാണ്. കാരണം ഈ ജനറേറ്റ് ചെയ്യുന്നുള്ള ആഷ് എന്താ പറയുക, പറന്നു പോകാൻ സാധ്യതയുള്ള, അപ്പൊ അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തെ മിക്സ് ചെയ്ത വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇന്ന രീതികളിൽ വേണം നിങ്ങൾ ആ ആഷിനെ മാനേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടാവുക. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത് എന്താ പറയുക, ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഇമ്പോർട്ടഡ് കോൾ വിത്ത് ലോ ആഷ് കണ്ടന്റ്. ഇവിടെ ആഷിന്റെ കണ്ടന്റ് കുറയുന്നുണ്ട്, കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന കോൾ നല്ല പ്രീമിയം ക്വാളിറ്റി ഓഫ് കോളാണ്. സോ അതിനകത്ത് ആഷ് കണ്ടന്റ് ഒക്കെ കുറച്ച് കുറവുണ്ടാവാം. പക്ഷെ എന്താ, അവിടെയും ആഷ് ഉണ്ടാവും. സോ അതും ഒരു ആൻസർ ആയിട്ട് വരത്തില്ല, ഒരു ശരിയായിട്ടുള്ള ഡയറക്റ്റീവ് ആയിരിക്കത്തില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. റൈറ്റ്. അപ്പം പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഈ ആഷ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ആഷ് ഉൽപ്പാദിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ ആഷിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പല മെത്തേഡ്സിൽ നമുക്ക് ഈ ആഷിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മാനുവർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സിമെന്റിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെ, റോഡ് ഉണ്ടാക്കുമ്പോൾ ഈ മെറ്റലൊക്കെ ഇട്ട് സോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ആഷ് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഈ ആഷിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിനിയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്ലറി ഫോമിൽ പൈപ്പ് ലൈൻസ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ മിനിസ്ട്രി പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആഷ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രത്തിന്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആ ആഷിനെ വിനിയോഗിക്കണം എന്നാണ് ആക്ച്വലി മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, 2 only ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു കേരളാസ് ഇൻക്രീസിംഗ് ഡ്രോട്ട് ഫ്രീക്വൻസി? ഇന്ത്യയിൽ കേരളത്തിൽ വരൾച്ച ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത് അല്ലെങ്കിൽ വരൾച്ചയുടെ തോത് കൂടുന്നതിന് കാരണമല്ലാത്ത റീസൺ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ലാൻഡ് യൂസ് ചേഞ്ചസ് ആണ് ഓപ്ഷൻ എ പറയുന്നത്. അതെ, അതുകൊണ്ട് എന്തുണ്ടാവാം, ഡ്രോട്ട് ഉണ്ടാവാം. കാരണം നമ്മൾ ഈ തണ്ണീർത്തടങ്ങളും വെറ്റ്ലാൻഡ്സും ഒക്കെ കൺവേർട്ട് ചെയ്ത് ഫ്ലാറ്റുകളും ബിൽഡിങ്സും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരാം. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടും വരാം. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും വരാം. ഓക്കെ, പിന്നെ അടുത്ത് എന്താ, ഹൈഡ്രോളജിക്കൽ സിസ്റ്റത്തിന്റെ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നദികളുടെ എല്ലാം എന്താ ചുരുങ്ങുന്നുണ്ട്, നദികളുടെ ഏരിയ കുറയുന്നുണ്ട്, നദികളിലേക്ക് വെള്ളം വരുന്ന ഫോറസ്റ്റുകളുടെ ക്വാളിറ്റി കുറയുന്നുണ്ട്, അതും ഒരു റീസൺ ആയിട്ട് വരാം. പക്ഷെ ഇതിനകത്ത് കേരളത്തിനെ ബാധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? കേരളത്തിൽ അധികം ഇൻഡസ്ട്രീസ് ഉണ്ടോ? ഇല്ല. ഇൻഡസ്ട്രീസ് വെള്ളം പമ്പ് ചെയ്തത് കൊണ്ട് വരൾച്ച വരുന്ന അവസ്ഥയൊന്നും കേരളത്തിന് ഇല്ല. ഓക്കെ, ചില ഇൻഡസ്ട്രീസ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, അതൊക്കെ പല കാരണങ്ങളാലൊക്കെ നിർത്തിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടല്ല വരൾച്ച ഉണ്ടാവുന്നത്, ലാൻഡ് യൂസ് ചേഞ്ചസ് കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും ഹൈഡ്രോളജിക്കൽ സിസ്റ്റത്തിന്റെ ഡീഗ്രഡേഷൻ കൊണ്ടുമാണ് വരൾച്ച ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അതല്ല റീസൺ ആയിട്ട് വരുന്നത്. സോ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പാർക്ക്? ഓക്കെ, അപ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് സോളാർ പാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ വരുന്നത് എ ആണ്. ബാദിയ സോളാർ പാർക്ക് ഇൻ രാജസ്ഥാനാണ് വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ പാർക്ക് വരുന്നത്. ഓക്കെ, സോ അവിടെ ഏകദേശം 2250 മെഗാവാട്ടോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അത്രയും കപ്പാസിറ്റി ഉണ്ട്. ഇനി നമ്മൾ കൗഡ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിലേക്ക് നമ്മൾ ഇതിലും വലിയൊരു സോളാർ പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 26,000 മെഗാവാട്ടിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. റൈറ്റ്, അപ്പൊ ഇപ്പൊ കറന്റ്ലി ഓപ്പറേഷണൽ ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ബാദിയ സോളാർ പവർ പ്ലാന്റ് ഇൻ സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ. ഓക്കെ, സോ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? അല്ലെ, ഏതായിരിക്കും ആൻസർ വരിക? ഏറ്റവും ഓൾമോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പവർ സ്റ്റേഷൻ ഏതാ? ദാറ്റ് ഇസ് കൂടംകുളം പവർ സ്റ്റേഷൻ. കൂടംകുളം പവർ സ്റ്റേഷനിലാണ് ഏറ്റവും അധികം ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിക്കപ്പെടുന്നത്. ഏകദേശം നമുക്ക് 6000 മെഗാവാട്ട് ഓഫ് ന്യൂക്ലിയർ പവർ ആണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, 6000 മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഈ കൂടംകുളം ഏത് സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാട്. നെക്സ്റ്റ് താരാപൂർ വരുന്നുണ്ട്. താരാപൂർ എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 1400 മെഗാവാട്ട് മാത്രമേ ഉൽപ്പാദിക്കപ്പെടുന്നുള്ളൂ. ദെൻ കക്രാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷൻ അതെവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ് വരുന്നത്. അവിടെ ഏകദേശം ഒരു 1840 മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കർണാടകയിലാണ്. ഇവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏകദേശം 880 മെഗാവാട്ട് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. ഏകദേശം 6000 മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ എനർജി സെക്യൂരിറ്റിയുടെ ഈ ഒരു ഏരിയ വരുമ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയർ പവർ ജനറേഷനെ പറ്റിയിട്ടും ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റിയിട്ടും വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ടർ എന്നതിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 35. ദിസ് ഇസ് റിഗാർഡിംഗ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്? ഹൈഡ്രജനെ നമ്മൾ എങ്ങനെയായിരിക്കും മേക്ക് ചെയ്യാനായിട്ട് പറ്റുക? ഹൈഡ്രജനെ നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡിനെ വാട്ടറിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൽ എന്താ ഉള്ളത്? H2O ആണ്. അപ്പൊ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനും ഹൈഡ്രജനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോലൈസിസ് എന്നാണ് വിളിക്കുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ടെസ്റ്റ് ട്യൂബിലൊക്കെ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ ലൈറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്പ്ലോഡിങ് സൗണ്ട് ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. റൈറ്റ്, അപ്പൊ അതിനെയാണ് നമ്മൾ
ഇങ്ങനെ ഈ ഒരു ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ ബേസിക്കലി ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോലൈസിസിന് എന്താ വേണ്ടത്? ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ എനർജി വേണം. ഈ എനർജി നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ടാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അതിന് നമുക്ക് ഈ പറയുന്ന ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. റിന്യൂവബിൾ എനർജിയിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ടാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ ഹൈഡ്രജൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ക്ലീനർ ആയിട്ടുള്ള ഫ്യൂവൽ ആണ്, അല്ലെ? എന്താ പറയുക, ക്ലീനർ ഫ്യൂവൽ ആണ്, പൊല്യൂഷൻ കുറവാണ്, അല്ലെ? അപ്പൊ എങ്ങനെ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ളത്. റൈറ്റ്. അപ്പം ഇലക്ട്രോലൈസിസിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ എനർജിയിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അല്ലാതെ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേറെ പേരാ വിളിക്കുക. ഇപ്പൊ നമ്മൾ കോൾ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബ്ലാക്ക് ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഇനി നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ മീഥേൻ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് അതിനെ നമ്മൾ ഗ്രേ ഹൈഡ്രജൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് ബ്ലൂ ഹൈഡ്രജനും ടർക്കോയ്സ് ഹൈഡ്രജനും അങ്ങനെ പല കളറിൽ ഹൈഡ്രജനെ നെയിം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടു മേക്ക് ഇന്ത്യ ദ ഗ്ലോബൽ ഹബ് ഫോർ പ്രൊഡക്ഷൻ, യൂസേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ശരിയാണ്, ഇന്ത്യനെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷന്റെ ഒരു ലീഡർഷിപ്പ് റോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അടുത്ത എന്താ? ടു ബിക്കം കോമ്പറ്റേറ്റീവ് വിത്ത് ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ റിഫൈനറി ആൻഡ് ഫെർട്ടിലൈസർ സെക്ടർ, അല്ലെ? ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ മാറ്റിയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രീൻ ഹൈഡ്രജനെ കൊണ്ടുവരിക എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ കോസ്റ്റ് കട്ട് ചെയ്തിട്ടൊക്കെ ഗ്രീൻ ഹൈഡ്രജനെ കൊണ്ടുവരണമെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ടു ബിക്കം സെൽഫ് റിലയൻറ്റ് ത്രൂ ക്ലീൻ എനർജി ആൻഡ് സെർവ് ആസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ ദ ഗ്ലോബൽ ക്ലീൻ എനർജി ട്രാൻസിഷൻ. ഓക്കെ, മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടു പ്രൊമോട്ട് ഹൈഡ്രജൻ വെപ്പൺസ് ഓവർ അതർ ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പണ് വേണ്ടി മാറ്റിയിട്ട് നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അല്ല, നമ്മൾ സോൺലി എനർജി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ല. ബാക്കി മൂന്നെണ്ണവും ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജന്റെ മിഷൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 36ലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ് ആർ സോഴ്സസ് ഫോർ സെലീനിയം കണ്ടാമിനേഷൻ ഇൻ ഇന്ത്യ? ഓക്കെ, ഇന്ത്യയിൽ സെലീനിയം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ളതിന്റെ സോഴ്സസ് എന്തെന്നാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ സെലീനിയം എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ തന്നെയുള്ള ഒരു എലമെന്റ് ആണ്. നമ്മുടെ ബോഡിക്കാണെങ്കിലും സെലീനിയം ചെറിയ അളവിലൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഇത് കണ്ടാമിനേഷൻ ആകുമ്പോൾ ഇതിന്റെ അളവ് കൂടും. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ സോഴ്സസ് വഴി വേസ്റ്റിൽ നിന്നൊക്കെ സെലീനിയം കണ്ടാമിനേഷൻ ഉണ്ടാവാം. അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ചില ഫെർട്ടിലൈസേഴ്സിൽ നിന്നും പെസ്റ്റിസൈഡ്സിൽ നിന്നും ഒക്കെ സെലീനിയം ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ചിലപ്പോൾ എന്താ ഉണ്ടാവാം? ഈ പറയുന്ന പോലെ സെലീനിയമായിട്ട് എർത്തിന്റെ ക്രസ്റ്റിലുള്ള ഒരു എലമെന്റ് ആണ്. കോണ്ടാക്റ്റിൽ വരുമ്പോഴും സെലീനിയം കണ്ടാമിനേഷൻ ഉണ്ടാവാം. സോ മൂന്നെണ്ണവും ശരിയാണ്. ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ദ എബോവ് ആർ ആക്ച്വലി സോഴ്സസ് ഓഫ് സെലീനിയം കണ്ടാമിനേഷൻ. ഓക്കെ, ഞാൻ ഇവിടെ എ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് പറയുന്നത് ഡി ആണ്. ദാറ്റ് ഇസ് ഓൾ ദ എബോവ്. ഓക്കെ, 37ലേക്ക് പോകുന്നു. ദ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഹാവ് കോസ്റ്റ് ഫോർ. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താ ഈ ഓസോൺ ഡിപ്ലീഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓസോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം O3 എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. ഇത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒന്നും നമ്മുടെ എർത്തിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസിനെ പറ്റിയിട്ട് 1980s ഒക്കെ ആയപ്പോഴത്തേക്കും പഠനങ്ങളൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് കൊണ്ടാണ് ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടെത്തി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ഓൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്തു. അങ്ങനെ കണ്ടെത്തിയ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, HFCs. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ മാറ്റിയിട്ട് CFC മാറ്റിയിട്ട് അതിന് പകരം HFCs നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ HFCസിന് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത എന്താ? കുറവാണ്. പക്ഷേ HFCസിനുള്ള പ്രശ്നം എന്താ? ഓസോൺ ഡിപ്ലീഷൻ കുറഞ്ഞു, പക്ഷെ ഗ്രീൻ ഹൗസ് എഫക്ട് കൂടി. അതുകൊണ്ട് ഗ്ലോബൽ വാർമിങ് കൂടി. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്
പകരമായിട്ട് വന്നിട്ട് ഓൾട്ടർനേറ്റീവ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താ, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അത് കൂടിയിട്ടൊന്നുമില്ല. ഓക്കെ, അത് തെറ്റാണ്. രണ്ടാമത് എന്താ, ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് എഫക്ട്. കാരണം എന്താ, ഹൈഡ്രോഫ്ലോറോ കാർബൺസിന് ഗ്രീൻ ഹൗസ് എഫക്ട് കൂടുതലാണ്. അപ്പൊ ആസ് എ റിസൾട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഹൈഡ്രോഫ്ലോറോ കാർബൺസിന് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുതലാണ്, അതും ശരിയാണ്. സോ 2ഉം 3ഉം ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതാ, എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്. ഇപ്പോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആദ്യം കണ്ടെത്തിയ ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. അതിന് ബദലായിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഗ്ലോബൽ വാർമിങ്ങിനും ഗ്രീൻ ഹൗസ് എഫക്റ്റിനും കാരണം ആകുന്നുണ്ട്. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ? ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? ദാറ്റ് ഈസ് റിഗാർഡിംഗ് വാട്ട്, കാർബൺ എമിഷൻ. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. കാർബൺ എമിഷൻ അല്ലെങ്കിൽ എമിഷൻ റിഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ടു അച്ചീവ് സ്റ്റെബിലൈസേഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. ശരിയാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ടു കൺട്രോൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഇത് ആക്ച്വലി ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു ഐഡിയ അല്ല, എന്താ നമുക്ക് പിന്നീട് നോക്കാം. ടു റെഡ്യൂസ് ഓസോൺ ഡിപ്ലീഷൻ, അതും ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പരിധിയിൽ വരുന്നതല്ല. ടു എൻഷുർ ദാറ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ത്രെറ്റൻഡ്, അത് വേണമെങ്കിൽ നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് പറയാം. കാരണം എന്താ, ക്യോട്ടോ പ്രോട്ടോകോൾ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനാ പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനാ പറയുന്നത്. അതുവഴി എർത്തിലെ ആവറേജ് ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ആവറേജ് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് നന്നായിട്ട് വളരാനായിട്ട് സാധിക്കും, അല്ലെ? സോ ഫുഡ് പ്രൊഡക്ഷൻ ത്രെട്ടൻ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ 1ഉം 4ഉം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ 1 and 4 ഉള്ള ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 2 കുറെ നാള് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറെ നാള് നമ്മുടെ എൻവയൺമെന്റിൽ നിലനിൽക്കുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷന്റെ പേര് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നാണ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ് 2 ക്യോട്ടോ പ്രോട്ടോകോൾ അല്ല, ദാറ്റ് ഇസ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഇനി സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത് എന്താ? ടു റെഡ്യൂസ് വാട്ട്, ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അത് ആക്ച്വലി എന്താ, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പരിധി വരുന്നതല്ല, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ എന്താ, നമുക്ക് 3ഉം തെറ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ 3 ഈസ് ഓൾസോ റോങ്. ഓക്കെ, സോ ഓസോൺ ഡിപ്ലീഷൻ ഈസ് കണക്റ്റഡ് വിത്ത് മോൺട്രിയൽ പ്രോട്ടോകോൾ, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഈസ് കണക്റ്റഡ് വിത്ത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. Question number 39. Developmental projects can be started within 10 kilometers of a protected forest such as a sanctuary and a national park. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇസ് ഇൻകറക്റ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്ക് നാഷണൽ പാർക്കിന്റെ ചുറ്റുമുള്ള 10 കിലോമീറ്റർ റീജിയൻസിലൊക്കെ നമുക്ക് ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില പ്രൊജക്ട്സ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ കൊണ്ടുവരുമ്പം അതിന് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെയും ആ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനുവാദം ആവശ്യമുണ്ട്. പെർമിഷനും, സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനും നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ക്ലിയറൻസും ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ 2ഉം 3ഉം ആക്ച്വലി കറക്റ്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വേണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പെർമിഷനും വേണം, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ക്ലിയറൻസും നമുക്ക് വേണം. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 4 ആണ്. ഓക്കെ, സോറി 2 and 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 4ഉം തെറ്റാണ്. സോ 2 and 3 വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ബി ആണ് ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40. ദിസ് ഇസ് റിഗാർഡിംഗ് എക്കോ സെൻസിറ്റീവ് സോൺസ്. എന്താ ഈ എക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് വിളിക്കുന്നത്? നമ്മൾ പല പേരിൽ അതിനെ വിളിക്കാറുണ്ട്. എക്കോളജിക്കലി ഫ്രജൈൽ റീജിയൻസ് എന്ന് വിളിക്കാറുണ്ട്, എന്താ പറയുക, പരിസ്ഥിതി ലോല മേഖല എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ എക്കോ സെൻസിറ്റീവ് സോണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ആക്ടിന്റെ അണ്ടറിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ പരിസ്ഥിതി ലോല മേഖല എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെ? സോ ആൻസർ എന്തായിരിക്കും? എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 അണ്ടറിലാണ് എക്കോ സെൻസിറ്റീവ് സോൺസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൻവയൺമെന്റ് ആക്ട് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സോ അവിടെയാണ് എക്കോ സെൻസിറ്റീവ് സോൺസ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടോ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലെ അണ്ടറിലല്ല എക്കോ സെൻസിറ്റീവ് സോൺസ് വരുന്നത്. ഇറ്റ് ഇസ് ട്രൂലി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. സി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. ദിസ് ഇസ് റിഗാർഡിംഗ് വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ കാർബൺ ഓഫ്സെറ്റ് ഇസ് കറക്റ്റ്. കാർബൺ ഓഫ്സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഈ കാർബൺ ഓഫ്സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പല കാരണങ്ങളാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡിന്റെ അല്ലെങ്കിൽ എന്താ കാർബണിന്റെ കോമ്പൗണ്ട്സിനൊക്കെ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെഹിക്കിൾസ് ഓടുമ്പം, ഷിപ്പ് റൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെയിൽ ട്രാൻസ്പോർട്ടേഷനിൽ, ഫ്ലൈറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഫാക്ടറീസ് റൺ ചെയ്യാനൊക്കെ പല കാരണത്താൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുവാണ്, ഫ്ലൈറ്റിനാണ് പോകുന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ഞാൻ എമിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ എൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്നു, സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായും ഡീസൽ കത്തിച്ചോ ജനറേറ്റർ പ്രവർത്തിച്ചോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാർബണിന്റെ എമിഷൻ കുറച്ചുകൊണ്ട് ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, മേക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർബൺ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എമിഷൻ കുറയ്ക്കാനുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താവാം, റിന്യൂവബിൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വഴി നമ്മൾ കാർബണിന്റെ എമിഷന്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിന്യൂവബിൾ എനർജി ഞാൻ ഉൽപ്പാദിക്കപ്പെടുമ്പം എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് 50 ടൺ കാർബൺ ഡയോക്സൈഡ് ഞാൻ സേവ് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാം. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർബൺ ഓഫ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ കാർബൺ ഓഫ്സെറ്റ്സ് ആർ ട്രേഡബിൾ റൈറ്റ്സ് ഓർ സർട്ടിഫിക്കറ്റ്സ് ലിങ്ക്ഡ് ടു ദ ആക്ടിവിറ്റീസ് ദാറ്റ് ലോവർ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതായത് ഒരു വിൻഡ് മിൽ വെച്ചു അല്ലെങ്കിൽ ഒരു സോളാർ പവർ പ്ലാന്റ് വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ എമിഷൻ ഒന്നും ചെയ്യുന്നില്ല. എമിറ്റ് ചെയ്യേണ്ടിയിരുന്ന കാർബണിന്റെ അളവും കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എത്രത്തോളം നമ്മൾ കുറച്ചു എന്നതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ കാർബൺ ഓഫ്സെറ്റ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ആക്ച്വലി വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആർ ക്രെഡിറ്റ്സ് ഫോർ റിഡക്ഷൻ ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിലെ കുറവിനെയാണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ശരിയാണോ? അത് ആക്ച്വലി ശരിയാണ് അല്ലെ? കാരണം നമ്മൾ ഈ ഒരു സോളാർ പവർ പ്ലാന്റ് വെച്ചപ്പോൾ നമ്മൾ എമിറ്റ് ചെയ്യുന്നില്ല, റിഡക്ഷൻ അവിടെ കൊണ്ടുവന്നു. അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓഫ്സെറ്റ്സ് ആർ ട്രേഡബിൾ അൺയൂസ്ഡ് കോട്ട ഓഫ് ഗ്രീൻ ഹൗസ് എമിഷൻസ് പെർമിറ്റഡ് ടു ദ കൺട്രീസ്. അതായത് ഓരോ കൺട്രീസിനും ചില എമിഷൻ ടാർഗറ്റ്സ് വെച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് 10 ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ്, ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ത്യ 8 ടൺ മാത്രമേ എമിറ്റ് ചെയ്തുള്ളൂ, ബാക്കി 2 ടൺ അവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള കോട്ടയാണ്. അതാണോ കാർബൺ ഓഫ്സെറ്റ് എന്നാണ് പറയുന്നത്. അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ ടു റിഡ്യൂസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്? എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്താ, അൺയൂസ്ഡ് ആയിട്ടുള്ള കോട്ടേനെ അല്ല നമ്മൾ കാർബൺ ഓഫ്സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോഴത്തേക്കും കാർബൺ ഓഫ്സെറ്റ്സിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നുണ്ട് ആൻഡ് ആർ സോൾഡ് ഇൻ മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വലന്റ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ടൺസ് ആയിട്ടാണ് നമ്മൾ മെട്രിക് ടൺസ് ആയിട്ടാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുക. കാർബൺ ഡയോക്സൈഡ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ടേമിലാണ് നമ്മൾ പറയുക. ക്യോട്ടോ പ്രോട്ടോകോൾ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്ന ക്യോട്ടോ യൂണിറ്റ്സ് എന്നാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാർബൺ ഓഫ്സെറ്റ്സ് ആർ ടോട്ടൽ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എമിഷൻ ആണോ? അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു എമിഷൻ കുറയ്ക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി കാർബൺ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 3ഉം 2ഉം ശരിയാണ്. സോ 2 and 3 ഈസ് റൈറ്റ്. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനാവാം, ചെറിയ ബിസിനസ്, ചെറിയ കമ്പനീസിനാവാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും എന്തുണ്ടാവാം, കാർബൺ ഓഫ്സെറ്റ്സ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ആ ഒരു ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എമിറ്റ് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് ചില ആക്ടിവിറ്റീസ് വഴി നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻ
കർട്ടൈൽ ചെയ്യുന്നു. ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ കാർബൺ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.